F&ൽ എങ്ങനെ ഒരു സെയിൽസ് റിട്ടേൺ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ മെനുവിൽ IMSൽ ട്രാൻസാക്ഷനിൽ സെയിൽസ് റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേണിൻ്റെ ഫോമുകളൊക്കെ ഓപ്പൺ ആയി വരും. അവിടെ ഫസ്റ്റ് ഇൻവോയ്സ് നമ്പറാണ്, ദാറ്റ് ഓട്ടോമാറ്റിക്കലി ലോഡായി വരും. നെക്സ്റ്റ് കസ്റ്റമറെ ചൂസ് ചെയ്യാം. ജനറൽ കസ്റ്റമർ ഡിഫോൾട്ടായിട്ട് സെറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സപ്ലൈ മെത്തേഡാണ്. സപ്ലൈ മെത്തേഡ് ട്രാൻസാക്ഷൻ ഡേറ്റ്. പിന്നെ ഈ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട നീഡ്സ് അനുസരിച്ച് കൊടുത്തിട്ട് സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഏതാണോ പ്രൊഡക്റ്റ് സെയിൽസ് റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം എത്ര ക്വാണ്ടിറ്റി ആണോ റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. കംപ്ലീറ്റ്ലി റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മളതിൽ എത്ര എണ്ണം ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, അതിനനുസരിച്ച് കൊടുത്തിട്ട് ക്വാണ്ടിറ്റി കൊടുക്കുക. ബാക്കി റേറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി ലോഡായി വരും. അതിന് ശേഷം ക്രെഡിറ്റ് അൺടിക്ക് ചെയ്യുക. കാരണം ജനറൽ കസ്റ്റമറാണ് നമ്മൾ ചൂസ് ചെയ്തത്, അതുകൊണ്ട് ക്രെഡിറ്റ് അൺടിക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവുള്ളൂ. നമ്മൾ വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ജനറൽ കസ്റ്റമറിന് ക്രെഡിറ്റ് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് ക്രെഡിറ്റ് ഓപ്ഷൻ അൺടിക്ക് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ചെയ്ത സെയിൽസ് റിട്ടേണിനെ കാണാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് സെയിൽസ് റിട്ടേൺ ക്ലിക്ക് ചെയ്യാം. ലിസ്റ്റ് സെയിൽസ് റിട്ടേൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ലിസ്റ്റ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടാവും. അതിന് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പേജിലോട്ട് പോകും. ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ എഡിറ്റ് ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എഡിറ്റ് എന്തെങ്കിലും മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്വാണ്ടിറ്റി ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റഡ് ആയി. ഇനി അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റിൽ പോയിട്ട് ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എഡിറ്റ് ഫോമിലേക്ക് വരും. ഇനി നിങ്ങളിപ്പോൾ ചെയ്ത ഈ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു റിമാർക്സ് ഫീൽഡ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെയിൽസ് റിട്ടേൺ ഇങ്ങനെയല്ലാതെ നമുക്ക് നമ്മൾ ചെയ്ത സെയിൽസിന് ഡയറക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ IMSൽ റിപ്പോർട്ട്സിൽ സെയിൽസ് ഇൻവോയ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക. സെയിൽസ് ഇൻവോയ്സ് ലിസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു സെയിൽ അതിൻ്റെ നേരെ ഈ നോട്ട് കൺവേർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ സെയിൽ അതുപോലെ എത്ര റോൾസ് ഉണ്ടോ അത്രയുമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അതിന്ന് നിങ്ങൾക്ക് ഈ ഫുൾ ക്വാണ്ടിറ്റീസിന് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി തന്നെ അടിക്കാം. അല്ല പെർട്ടിക്കുലർ എന്തെങ്കിലും ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഇതൊന്ന് ക്വാണ്ടിറ്റി മാറ്റി കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത ആ സെയിൽസ് റിട്ടേൺ ആയിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞു. ആ റിട്ടേൺ ആയതിന് നമുക്കിവിടെ സെയിൽസ് റിട്ടേണിൻ്റെ ലിസ്റ്റിൽ കാണാൻ സാധിക്കും.